നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒന്നാം ഭരണകാലത്തിൻ്റെ മുഖമുദ്രയായിരുന്ന അബ്രഹാം ഉടമ്പടി വീണ്ടും സജീവമാക്കിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ നയതന്ത്ര പുനഃക്രമീകരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തിൽ നിന്നുള്ള ഒരു സുരക്ഷിത എക്സിറ്റ് റൂട്ടായും പ്രാദേശിക സുസ്ഥിരതയ്ക്കുള്ള ഏക മാർഗമായും ട്രംപ് ഈ ഉടമ്പടിയെ മുന്നോട്ട് വയ്ക്കുമ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയിലാണ് ചെന്ന് പെട്ടെത്തിയിരിക്കുന്നത്. ഇസ്രയേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച ചരിത്രപരമായ കരാറുകളാണ് അബ്രഹാം ഉടമ്പടി. ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒന്നാം ഭരണകാലത്ത്, അതായത് 2020 സെപ്റ്റംബർ 15-നാണ് വൈറ്റ് ഹൗസിൽ വെച്ച് ഈ കരാറിൻ്റെ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തുന്നത്. ഇസ്രയേലുമായി ഔദ്യോഗികമായി ബന്ധം സ്ഥാപിക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈനുമാണ് ആദ്യമായി ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. തുടർന്ന് മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മാറി. 2025-ൽ മധ്യേഷ്യൻ രാജ്യമായ കസാഖിസ്ഥാനും ഈ ഉടമ്പടിയുടെ വഴി സ്വീകരിക്കുകയുണ്ടായി. 1979-ൽ ഈജിപ്തും 94-ൽ ജോർദാനും ഇസ്രയേലുമായി കരാറുണ്ടാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് മറ്റ് പ്രമുഖ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ഒരു പരമാധികാര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാക്കുന്നത് എന്നത് ഈ ഉടമ്പടിയുടെ ചരിത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ഈ ഉടമ്പടി നിലവിൽ വന്നതോടെ പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമായത്. പതിറ്റാണ്ടുകളായി ശത്രുതയിലായിരുന്ന രാജ്യങ്ങൾ പരസ്പരം എംബസികൾ തുറക്കുകയും അംബാസഡർമാരെ നിയമിക്കുകയും ചെയ്തു. ടൂറിസം, സാങ്കേതികവിദ്യ, വ്യോമയാനം, വ്യാപാരം എന്നീ മേഖലകളിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപങ്ങളാണ് ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഉയർത്തുന്ന സൈനിക രാഷ്ട്രീയ ഭീഷണികളെ ഒന്നിച്ച് നേരിടുക എന്ന തന്ത്രപ്രധാനമായ സുരക്ഷാ സഖ്യം കൂടിയാണ് ഇതിലൂടെ രൂപപ്പെട്ടത്. ഇസ്രയേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുവാൻ ലക്ഷ്യമിട്ട് നിലവിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന തരത്തിൽ യുദ്ധം അവസാനിക്കുന്നത് പാകിസ്ഥാന് അനുകൂലമാണെങ്കിലും ഇതിനായി നൽകേണ്ടി വരുന്ന വില അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാന ചർച്ചകളിൽ തങ്ങളും ഒരു പ്രധാന പങ്കാളിയാണെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമാബാദിന് ട്രംപിൻ്റെ പുതിയ പദ്ധതിയോട് സഹകരിക്കണമെങ്കിൽ ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കേണ്ടി വരും. സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ പ്രത്യയശാസ്ത്ര നിലപാടും ഉടമ്പടിയിൽ ചേർന്നില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നയതന്ത്ര ഒറ്റപ്പെടലും പാകിസ്ഥാനെ ഇരുതല മൂർച്ചയുള്ള വാളിന്മേൽ നിർത്തിയിരിക്കുകയാണ്. പലസ്തീൻ വിഷയത്തിൽ വ്യക്തവും നീതിപൂർവവുമായൊരു പരിഹാരം ഉണ്ടാകാതെ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകില്ലെന്ന കടുത്ത നിലപാടാണ് പാകിസ്ഥാൻ എക്കാലവും സ്വീകരിച്ചിരുന്നത്. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967-ലെ അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരമാധികാര പലസ്തീൻ രാജ്യം സ്ഥാപിക്കണമെന്നത് പാകിസ്ഥാന്റെ അടിസ്ഥാന നയമായിരുന്നു. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയതുപോലെ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി യാതൊരു ഉടമ്പടിയിലും പാകിസ്ഥാൻ ഒപ്പുവെക്കില്ല എന്നതായിരുന്നു. ഇസ്ലാമിക ലോകത്തിൻ്റെ വക്താക്കളാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മതപാർട്ടികൾക്കും സൈന്യത്തിനുമുള്ള സ്വാധീനവും ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പൊതുവികാരവും പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിൻ്റെ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു പുതിയ യൂ-ടേൺ എടുക്കുന്നതിനോ പിൻവാതിൽ ചർച്ചകൾ നടത്തുന്നതിനോ ഉള്ള എല്ലാ വഴികളും അടച്ചു കളയുന്നു. എന്നാൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ അംഗീകരിച്ച് അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ ശക്തമാക്കുമ്പോൾ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. ഈ നയതന്ത്ര യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം സൗദി അറേബ്യയുടെ നിലപാടാണ്. മക്കയുടെയും മദീനയുടെയും കാവൽക്കാരെന്ന നിലയിൽ ആത്മീയ സ്വാധീനവും ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന പദവിയും സൗദി അറേബ്യയെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ മുൻതൂക്കമുള്ള ശക്തിയാക്കി മാറ്റുന്നു. പാകിസ്ഥാനെ പോലെ തന്നെ സൗദിയും പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ട്രംപിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ സൗദി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് പാകിസ്ഥാൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. ഒരുപക്ഷേ ആഗോള സാഹചര്യങ്ങൾ മുൻനിർത്തി സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായാൽ കടുത്ത പ്രത്യയശാസ്ത്ര എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ വഴി പിന്തുടരുവാൻ പാകിസ്ഥാൻ നിർബന്ധരാകും. അല്ലാത്ത പക്ഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള വലിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാൻ നഷ്ടമാവുകയും അവർ പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്യും. എന്നിരുന്നാലും 2025 സെപ്റ്റംബറിൽ ഒപ്പുവെച്ച സൗദി പാക് സംയുക്ത പ്രതിരോധ കരാർ പാകിസ്ഥാന് നേരിയ തോതിൽ ആശ്വാസം നൽകുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സുരക്ഷാ വലയത്തിന് പകരമായി ചൈനയുടെ കൂടി പിന്തുണയുള്ള ഒരു ബദൽ സംവിധാനം ഒരുക്കുവാൻ ഈ കരാറിലൂടെ സൗദി അറേബ്യയ്ക്ക് സാധിക്കും. ഇത് അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങളെ ചെറുക്കുവാൻ സൗദിക്ക് കൂടുതൽ സമയവും നൽകും. സൗദി അറേബ്യ എത്രത്തോളം കാലം അബ്രഹാം ഉടമ്പടിയിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അത്രത്തോളം കാലം പാകിസ്ഥാന് മേലുള്ള സമ്മർദ്ദവും കുറയും. അറബ് ലോകം ഒറ്റക്കെട്ടായി ഇസ്രയേലിനൊപ്പം നിൽക്കുന്നു എന്ന പ്രതിച്ഛായ തകർക്കുവാൻ ഇത് സഹായിക്കുമെന്നതിനാൽ പാകിസ്ഥാൻ ഈ നീക്കങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മാറ്റങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രയേലുമായും UAE,
ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളുമായും ഒരേ സമയം ശക്തമായ നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്ന ഇന്ത്യ ഇതിനോടകം തന്നെ ഈ സുരക്ഷാ വലയത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് ആശയക്കുഴപ്പമില്ല. എന്നാൽ സൗദി അറേബ്യയുമായി ഇന്ത്യ വലിയതോതിൽ നിക്ഷേപങ്ങളും തന്ത്രപ്രധാന പങ്കാളിത്തവും കെട്ടിപ്പടുത്തിട്ടുള്ളതിനാൽ ഒരു സൗദി US ഇസ്രായേൽ സഖ്യം രൂപപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിലെ ശക്തി സന്തുലനത്തെ ബാധിക്കും. ഇന്ത്യയുടെ എണ്ണവാതക വളം ആവശ്യങ്ങൾക്ക് ഈ മേഖല എപ്പോഴും അത്യന്താപേക്ഷിതമായതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനത്തെ പുതിയ സഖ്യങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നത് രാജ്യം നിരീക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേലിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് അമേരിക്ക വിഭാവനം ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് സമാധാന പദ്ധതിക്ക് സൗദി അറേബ്യ വിസമ്മതിച്ചാൽ അത് ട്രംപിൻ്റെ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയാകും. എന്നാൽ ട്രംപിൻ്റെ ആജ്ഞയ്ക്ക് വഴങ്ങി സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടി ഒപ്പുവെച്ചാൽ അത് പാകിസ്ഥാനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കും. ഒന്നുകിൽ സ്വന്തം നാട്ടിലെ ജനരോഷവും സൈന്യത്തിൻ്റെ എതിർപ്പും അവഗണിച്ച് ഇസ്രായേലിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ നയതന്ത്ര ലോകത്തു നിന്നും സാമ്പത്തിക സഹായങ്ങളിൽ നിന്നും പൂർണ്ണമായും പുറന്തള്ളപ്പെടുക എന്ന കഠിനമായ യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.